നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കോടതി വഴി എങ്ങനെയാണ് മെയിൻ്റനൻസ് തുക കിട്ടുന്നത്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ജീവനാംശം. അപ്പോൾ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അതുപോലെ മാതാപിതാക്കൾക്കും വേണ്ടി അവരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതുപോലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭർത്താവ് കൊടുക്കുന്ന ഒരു നിശ്ചിത തുകയാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫയൽ ചെയ്യുന്നത് ഒന്നുകിൽ മജിസ്ട്രേറ്റ് കോടതിയിലോ അല്ലെങ്കിൽ ഫാമിലി കോടതിയിലോ ആയിരിക്കും. അപ്പോൾ തൻ്റെ ഭർത്താവിന് നല്ല ജോലിയുണ്ട്, അതുപോലെ നല്ല വരുമാനം ഉണ്ടായിട്ടും തനിക്കും തൻ്റെ കുട്ടികൾക്കും മാസം തോറും പൈസ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം മാസം തോറും ഇത്ര തുക ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാണ് കോടതിയിൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യുന്നത്. അത് MC ആയിട്ടാണ് ഫയൽ ചെയ്യുന്നത്. കോടതി എങ്ങനെയാണ് ഈ തുക നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും സ്റ്റാറ്റസ് നോക്കി, അതുപോലെ ഭർത്താവിൻ്റെ ജോലി, വരുമാനം, അയാൾക്ക് എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ മാതാപിതാക്കൾക്ക് മെയിൻ്റനൻസ് കൊടുക്കണമെങ്കിൽ അത്, ഇതെല്ലാം പോയിട്ടാണ് കോടതി ഒരു നിശ്ചിത എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മെയിൻ്റനൻസ് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിധി വരാൻ വേണ്ടി കുറേ നാളെടുക്കും. അപ്പോൾ അതിനിടയിൽ ഒരു ഇൻട്രിം മെയിൻ്റനൻസ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രിം ആപ്ലിക്കേഷൻ കോടതിയിൽ ഫയൽ ചെയ്ത് ഒരു ഇടക്കാല മെയിൻ്റനൻസ് ഉത്തരവ് കോടതിയിൽ നിന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കോടതി തരുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെയിൻ്റനൻസ് ഉത്തരവ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവ് പ്രകാരം ഭർത്താവ് നിശ്ചിത തുക ഭാര്യയ്ക്കോ കുട്ടികൾക്കും കൊടുക്കാതിരിക്കുകയോ ചെയ്താൽ കോടതിക്ക് അയാൾക്കെതിരെ ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്ത് അയാളെ ജയിലിലേക്ക് അയക്കാനും സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഫാമിലി കോടതിയിലെ ജഡ്ജിന് ജില്ലാ ജഡ്ജിൻ്റെ പവർ കൂടെ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻ്റനൻസ് കൊടുത്തിരിക്കണം. ഇനി ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് അനുവദിക്കാത്ത ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഭർത്താവ് ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കേണ്ടാത്ത ചില സാഹചര്യങ്ങളും ഉണ്ട്. ഇപ്പം ഭാര്യ അന്യപുരുഷനുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലോ, ഡിവോഴ്സിന് ശേഷം ഭാര്യ രണ്ടാമത് വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഭാര്യ ഓൾറെഡി രേഖാമൂലം എനിക്ക് മെയിൻ്റനൻസ് വേണ്ട എന്ന് എഴുതി നൽകിയിട്ടുണ്ടെങ്കിലോ, അതുപോലെ തന്നെ ഭാര്യ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, സാലറി ഉണ്ട്, സ്വയം മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രാപ്തിയുണ്ട്, അങ്ങനെ ഒരു സാഹചര്യങ്ങളിലാണെങ്കിലോ, അതുപോലെ തന്നെ ഒരു കാരണവും ഇല്ലാതെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ പോവുകയാണെങ്കിലോ, ഈ തുടങ്ങിയ കാര്യങ്ങൾ ഭർത്താവ് കോടതിയിൽ തെളിയിക്കുകയാണെങ്കിൽ മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കോടതി മെയിൻ്റനൻസ് അനുവദിക്കുകയുമില്ല. പക്ഷേ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, വരുമാനമില്ലാത്ത ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കേണ്ടത് ഭർത്താവ് എന്നുള്ള നിലയിൽ അയാളുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് അയാൾക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധിക്കുന്നതല്ല. മാത്രവുമല്ല, ഇപ്പം ഭാര്യയ്ക്ക് വരുമാനമുണ്ട്, അതുകൊണ്ട് കുട്ടികളുടെ കാര്യമൊക്കെ അവൾ നോക്കിക്കോളും എന്ന് കോടതിയിൽ പറഞ്ഞൊഴിയാനും സാധിക്കുന്നതല്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.